എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൈക്കിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ എൻ്റെ ബൈക്ക് ജിക്സർ SF ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടും ബേക്കും ഡിസ്ക്കാണ് വരുന്നത്. അപ്പോൾ രണ്ട് ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഫ്രണ്ടിൻ്റെ ഉണ്ട്, ബേക്കിൻ്റെ ഉണ്ട്. അപ്പോൾ അത് രണ്ട് നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക, അപ്പോൾ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അപ്പോൾ അത് എങ്ങനെയൊക്കെ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതുകൊണ്ട് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്യുക. അപ്പോഴേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിരിക്കുകയാണ്, അതാണ് ഈ ഒരു സൗണ്ടിലൊരു ചെറിയ വേരിയേഷനൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് .4 ബ്രേക്ക് ഫ്ലൂയിഡ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ .3 ഉപയോഗിക്കാം. KBX എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്, അത്യാവശ്യം കൊള്ളാവുന്നതാണ്. ഏകദേശം ഒരു 50 രൂപ താഴെയാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഡബിൾ എൻഡ് അല്ലെങ്കിൽ ഒരു റിംഗ് സ്പാനറാണ് 8mm. അത് ഡബിൾ എൻഡോ അല്ലെങ്കിൽ റിംഗ് തന്നെ വേണം. പിന്നെ വേണ്ടത് ഒരു 10mm സ്പാനറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബോക്സ് സ്പാനറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നല്ല സ്ക്രൂ ഡ്രൈവർ വേണം, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്റ്റാൻലിൻ്റെയാണ്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം, ആ ഒരു സെറ്റിൻ്റെ ടൂൾ സെറ്റിൻ്റെ. അതുപോലെ നമുക്ക് വേണ്ടത് ഒരു വാട്ടർ ലെവലിൻ്റെ ഒരു ചെറിയ പൈപ്പാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും ഗ്ലൗസ് ധരിച്ചിരിക്കണം, കാരണം ഈ ഒരു ഫ്ലൂയിഡ് കൈപ്പറ്റുന്നത്ര നല്ലതല്ല. അതുകൊണ്ട് മറക്കാതെ ഗ്ലൗസ് യൂസ് ചെയ്യുക. നമ്മുടെ ഒരു സേഫ്റ്റീൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലൗസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഗ്ലൗസ് ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ റിസർവോയറാണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു വാണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ .3 അല്ലെങ്കിൽ .4 ബ്രേക്ക് ഫ്ലൂയിഡ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഒരു ഫ്ലൂയിഡാണ് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തുരുമ്പൊക്കെ എടുത്തിട്ടുണ്ടാവും സ്ക്രൂകളൊക്കെ. അപ്പോൾ അത് അഴിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് അഴിച്ചെടുക്കണം, അല്ലെങ്കിൽ ജാമായി പോകും. അപ്പോൾ നമ്മൾ അതിൻ്റെ കവർ നമ്മൾ അഴിച്ചെടുക്കുവാണ്. ഇതിൻ്റെ മുകളിലെ വാണിംഗ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുപോലെ ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്നൊരു വെള്ള നിറത്തിലുള്ള ഒരു കവറുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് പ്ലേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു കവർ അഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കാണുന്ന ഒരു കറുത്ത ഭാഗമുണ്ട്, റബ്ബറിൻ്റെ ഒരു ഭാഗം, അതിന് ഡയഫ്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഫ്ലൂയിഡിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് ചിലപ്പോൾ അത് മുന്നോട്ടേക്ക് തള്ളി നിൽപ്പുണ്ടാവും. അപ്പോൾ നമ്മളത് തിരിച്ച് പ്രസ് ചെയ്ത് വെച്ചാൽ മതി, അതിൽ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ തിരിച്ചിടാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൂയിഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ റിസർവർ ടാങ്കിൻ്റെ അടിയിലൊരു പിസ്റ്റൺ ഉണ്ട്. നമ്മുടെ ഈ ഒരു ലിവർ അമർത്തുമ്പോൾ ആ പിസ്റ്റൺ ഈ ഒരു ഫ്ലൂയിഡിനെ നമ്മുടെ ആ ഒരു ഹൈഡ്രോളിക് ഓസിനകത്തൂടെ പ്രസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനകത്തുള്ള ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്, ആ പഴയ ഫ്ലൂയിഡ്. അപ്പോൾ മാക്സിമം നമ്മൾ അതൊരു സിറിഞ്ച് ഉപയോഗിച്ചിട്ട് ഒഴിവാക്കുക. അപ്പോൾ നമ്മളത് ഉള്ളിൽ ഏകദേശം മൊത്തം ഫ്ലൂയിഡ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഒരു നല്ലൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഉള്ളൊന്ന് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക. അപ്പോൾ അതിനുള്ള പൊടിയും അതുപോലെ റെസിഡിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടും. നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ തുണി ഉപയോഗിച്ച് നമ്മൾ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു ഫ്ലൂയിഡ് നമ്മൾ അതിനകത്ത് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രോഗോസ്പിക് എഫക്റ്റ് ഉള്ള ഒരു ഫ്ലൂയിഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് ഒഴിക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പേ പൊട്ടിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിനെ ആഗിരണം ചെയ്യുന്നതുകൊണ്ട് തന്നെ, അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രോപ്പർട്ടിയിൽ വേരിയേഷൻ വരും. അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതൊരു പൊട്ടിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലൂയിഡ് ഒഴിച്ച് നമ്മൾ ആ ഒരു ലെവൽ ഫില്ല് ചെയ്യുകയാണ്. ഏകദേശം ഒരു നിറയുന്ന രീതിയിൽ നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വേണം നമ്മൾ ആ ഒരു ബ്ലീഡിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ബ്ലീഡിങ്ങിന് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ 8mm സ്പാനറാണ്. അതുപോലെ തന്നെ ആ ഒരു പൈപ്പ് വേണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലീഡിംഗ് വാൽവ് നമ്മൾ ലൂസാക്കാം. അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ മുകളിലുള്ള ഒരു കവറുണ്ട്, ഒരു ക്യാപ്പുണ്ട്, അത് നമ്മൾ അന്ന് അഴിച്ചു മാറ്റി. അതിനുശേഷം നമ്മുടെ 8mm സ്പാനർ നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇറക്കി വെക്കുക. നിങ്ങൾക്ക് ഡബിൾ എൻഡ് സ്പാനർ ഉപയോഗിക്കാം. അതിനുശേഷം ഈ പൈപ്പ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്രോസസ്സ് എങ്ങനെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ആ ഒരു ബ്രേക്ക് ലിവർ അമർത്തി പിടിച്ചതിന് ശേഷം നമ്മുടെ ആ ബ്ലീഡിംഗ് വാൽവ് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൂസാക്കുക. അപ്പോൾ നമ്മുടെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് പുറത്തേക്ക് തള്ളി വരും. അതിനുശേഷം അത് ലോക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു ലിവർ പ്രസ് ചെയ്ത് പിടിക്കുക. അതുപോലെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പ്രോസസ്സ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്, നമ്മൾ പുതിയതായിട്ട് നിറച്ച ഫ്ലൂയിഡ് ആ ഒരു ഭാഗത്ത് വരുന്നവരെ നമ്മൾ ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ .3 ഫ്ലൂയിഡാണ് ഉപയോഗിക്കുന്നത്, അത് റെഡ് കളർ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലൂയിഡിൻ്റെ ചെറിയ കളർ കോമ്പിനേഷൻ വ്യത്യാസമുണ്ട്. ചെറിയൊരു ലൈറ്റ് യെല്ലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലൂയിഡ് എത്തി, നമ്മൾ ആ ഒരു ബ്ലീഡിംഗ് വാൽവ് നമ്മൾ ടൈറ്റ് ആക്കി. ഇനി ആ ക്യാപ്പിട്ട് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലീഡിംഗ് പ്രോസസ്സ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ തീർന്ന ആ ഒരു ഫ്ലൂയിഡ് നമ്മൾ ബ്ലീഡ് ചെയ്ത് കളഞ്ഞ ഫ്ലൂയിഡ് നമ്മൾ റീഫിൽ ചെയ്ത് ആ ഒരു ലെവലിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. മിനിമത്തിന് മുകളിൽ മതി, എന്നാലും നമ്മൾ മാക്സിമം നിറച്ച് വെക്കുക.
അപ്പോൾ ആ ഒരു റൗണ്ടിൽ നമ്മൾ കാണുന്ന ആ ലെവൽ വരെ വെച്ചതിന് ശേഷം നമ്മൾ ആ ഡയഫ്രം തിരിച്ച് നമ്മൾ അടച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് ഡയഫ്രം ഒന്ന് ക്ലീൻ ചെയ്യുക, പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് നമ്മൾ എങ്ങനെയാണോ അഴിച്ചെടുത്തത് അതുപോലെ തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് നന്നായിട്ട് സെറ്റ് ചെയ്തു. ഇനി അതിൻ്റെ മുകളിലുള്ള കവറും കൂടെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആ 2 സ്ക്രൂകൾ തുരുമ്പെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞത് പെട്ടെന്ന് തുരുമ്പെടുക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 സ്ക്രൂ നമ്മൾ മാറ്റി പുതിയത് ഇടാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സാധാ വർക്ക്ഷോപ്പുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പെയർ പാർട്ട് ഷോപ്പുകളിലൊക്കെ ഇത് കിട്ടും. 2 രൂപയെങ്ങാണ്ട് ഒന്നിന് വിലയുള്ളൂ. അപ്പോൾ അത് 2 നമ്മൾ പുതിയത് മേടിച്ചിരുന്നത് എന്നും നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇനി അത് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ അത് ഒരുപാട് തുരുമ്പെടുത്താണ് ടൈറ്റായി പോകും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആ ഒരു സെറ്റിൻ്റെ ബ്ലീഡിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പക്കയായിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ചെയ്യാൻ പോവുകയാണ്. സെയിം പ്രോസസ്സാണ്, ചെറിയ മാറ്റങ്ങളുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാക്ക് ബ്രേക്കിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ലിവറിന് പകരം പെഡലാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പിസ്റ്റണിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അതുപോലെ റിസർവെയർ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ഒരു റിസർവെയർ ആണ് വരുന്നത്. ഇത്രയൊക്കെ അതിനകത്ത് വ്യത്യാസമുള്ളൂ, പക്ഷേ ചെയ്യുന്ന പ്രോസസ്സ് സെയിം ആണ്. അപ്പോൾ നമ്മളതിന് സ്ക്രൂ ഒക്കെ തുരുമ്പെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ ബ്ലീഡിംഗ് വാൽവ്. ബ്ലീഡിംഗ് വാൽവ് ഇതുപോലെ ഒരു ചെറിയൊരു കവർ വെച്ചിട്ടൊന്ന് ഒരു ക്യാപ്പിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാപ്പ് നമ്മൾ ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്ത നേരത്തെ അതേ പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ ഒരു റിസർവെയറിൻ്റെ ആ ഒരു ക്യാപ്പ് നമ്മൾ അഴിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ റിസർവെയർ അഴിച്ചതിന് ശേഷം വേണം നമ്മൾ ആ ഒരു സ്ക്രൂ ലൂസാക്കാനായിട്ട്. അപ്പോൾ ജിക്സറിൽ ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ സ്ക്രൂ നമ്മൾ അഴിച്ചതിന് ശേഷം വേണം നമുക്ക് ആ ഒരു ക്യാപ്പ് അഴിച്ചെടുക്കാൻ. പക്ഷേ ചില വണ്ടികളിൽ അതിനകത്തൊരു ത്രെഡ് ടൈപ്പ് ക്യാപ്പാണ് വരുന്നത്, അപ്പോൾ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. എൻ്റെ ഈ സ്ക്രൂ തുരുമ്പെടുത്തുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിരുന്നു, ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ അഴിച്ചെടുത്തത്. അപ്പോൾ നമ്മളിനി ആ സ്ക്രൂ 2 അഴിച്ചതിന് ശേഷം റിസർവെയർ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ കവറൊക്കെ അഴിച്ചെടുത്തു. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഫ്ലൂയിഡിൻ്റെ ലെവൽ വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ്, ലോയ്ക്ക് താഴെയാണ്. അതുപോലെ തന്നെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സിറിഞ്ച് ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്ലൂയിഡ് മൊത്തം നമ്മൾ പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നോക്കിയിട്ടുണ്ടെങ്കിൽ കളറും കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനകത്തുള്ള ആ ഫുൾ ഫ്ലൂയിഡ് നമ്മൾ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ സിറിഞ്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഏറ്റവും ബെറ്റർ അതാണ് ഓപ്ഷൻ, സിറിഞ്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഗ്ലൗസ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇനി നമ്മൾ ആ ഡോട്ട് 4ൻ്റെ ആ ഒരു ഫ്ലൂയിഡ് ബാക്കിയുള്ളത് നമ്മൾ അതിനകത്ത് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നന്നായിട്ട് നിറയ്ക്കുവാണ്, നമുക്ക് ബ്ലീഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ മതി നമുക്ക് 2 റിസർവെയർ നിറയാനുള്ള ഫ്ലൂയിഡ് ഇഷ്ടംമാതിരി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബ്ലീഡ് ചെയ്യുമ്പോൾ കുറച്ച് അധികമായിട്ട് ബ്ലീഡ് ചെയ്യരുത്, അങ്ങനെ ബ്ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു പോകും. ഒരു ആവറേജിൽ ബ്ലീഡ് ചെയ്തതിന് ശേഷം നമ്മൾ റീഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അളവിലുള്ള ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 8 mm സ്പാനർ ഇറക്കി വെച്ചു, റിംഗ് സ്പാനർ. അതിനുശേഷം നമ്മൾ ആ പൈപ്പ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ പെഡൽ പ്രസ് ചെയ്ത് വെക്കുന്നു, നമ്മുടെ ബ്ലീഡിംഗ് വാൽവ് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് മുകളിലോട്ട് കയറി വരും. അതിനുശേഷം ബ്ലീഡിംഗ് വാൽവ് ക്ലോസ് ചെയ്തതിന് ശേഷം വേണം പെഡൽ റിലീസ് ചെയ്യാൻ. പിന്നെ ഇതേ സ്റ്റെപ്പ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഫ്ലൂയിഡ് കയറി വരും. ഒരു കാരണവശാലും നമ്മുടെ ബ്ലീഡിംഗ് വാൽവ് ഓപ്പൺ ആക്കി വെച്ചിട്ട് നമ്മൾ പെഡൽ പ്രസ് ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ ഫ്ലൂയിഡ് വരില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ ഒരു പ്രോസസ്സ്. അപ്പം നിങ്ങൾ ഫ്രണ്ട് ചെയ്തുകൊണ്ട് തന്നെ ബേക്കിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ ചെയ്യുക. അതിനിടയ്ക്ക് നമ്മുടെ ഫ്ലൂയിഡ് ലെവൽ കുറയുന്നുണ്ടെങ്കിൽ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക റിസർവെയറിൽ. അപ്പോൾ നമ്മുടെ ബേക്കിലെയും ബ്ലീഡിങ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫ്ലൂയിഡും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്തു, നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഒരു കാരണവശാലും ഈ ഒരു ഫ്ലൂയിഡ് നമ്മുടെ വണ്ടിയുടെ മറ്റ് ഭാഗങ്ങളിലോ അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്കിൻ്റെ ആ ഒരു പ്ലേറ്റിലൊന്നും പറ്റരുത്, കാരണം നമുക്ക് ബ്രേക്ക് കിട്ടാതെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു ക്യാപ്പൊക്കെ ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലീഡിങ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ. ഇനി ബാക്കിയുള്ള ആ ഒരു ഫ്ലൂയിഡ് നമ്മൾ ഫില്ല് ചെയ്ത് റിസർവെയർ നിറച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ഇച്ചിരി അധികം ബ്ലീഡ് ചെയ്തിട്ട് എൻ്റെ കുറച്ച് ഫ്ലൂയിഡ് പുറത്ത് പോയായിരുന്നു, അതുകൊണ്ടാണ് നമുക്കത് ഫുള്ളിൽ ലെവലിൽ വെക്കാൻ പറ്റാത്തത്. എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ലോയിൻ്റെ മുകളിൽ നമ്മൾ കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു ഡയഫ്രം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് ഇടുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഫ്രം തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ സ്ക്രൂ ഇട്ട് ടൈറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നും വേണ്ടാണ്ട് നമുക്ക് സ്വയമേ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ സപ്പോർട്ട് ലൈക്കൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൂടിക്കൂടി വരിക. അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം.